അസ്സലാമു അലൈക്കും. റമളാൻ കരീം. അപ്പം നമ്മളെ അത്താഴം സിമ്പിളായിട്ട് അത്താഴം കഴിഞ്ഞു. അത്താഴം കഴിച്ച് കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത് പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രയർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഖുർആൻ എടുത്ത് ഓതി. റമളാൻ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്പിരിച്വൽ മൈൻഡാണല്ലോ വരിക. അപ്പോൾ രാവിലെയൊക്കെ മനസ്സിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി, പിന്നെ എണീറ്റ് പിന്നെ പെണ്ണുങ്ങളുടെ പണി തന്നെയാണല്ലോ. നേരെ അടുക്കളയ്ക്ക് പോയി കുറച്ച് മുന്തിരി ജ്യൂസിനുള്ള പ്രിപ്പറേഷനും കട്ട്ലേറ്റിനുള്ള കുക്കറിൽ ഒഴിച്ചു. പിന്നെ ഇറാനി പോലത്തെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ചെറിയ പീസാക്കിയിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിരുന്നു. അതൊരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇറാനി പോളയിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കണം. അതിന് കുറച്ച് ഓണിയൻ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജിഞ്ചറും ചില്ലിയും കൂടി നന്നായി വഴറ്റിയെടുത്തു. ഓവർ ഓണിയൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടെടുത്തു. കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏകദേശം സെറ്റായപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കന് കുറച്ചൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇറാനി പോളൊക്കെ ആകുമ്പം കുറേ എണ്ണയിലിട്ട് ഫ്രൈ ഒന്നും ചെയ്യണ്ട, നമുക്ക് വല്ലാതെ എണ്ണേൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റുള്ള ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ആട്ടോ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പണി കഴിയും, പത്തിരി കറിയൊക്കെ ഉണ്ടാക്കുന്ന റിസ്കല്ലായിരിക്കും. കട്ട്ലേറ്റൊക്കെയുള്ള മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളില്ലാത്ത കളിയില്ല. റമളാനായാൽ പിന്നെ വെല്ലുള്ളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എല്ലാ ഐറ്റംസിനും നമുക്കിത് വേണം. അപ്പോൾ ഉരുളയൊക്കെ മാഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട്ലേറ്റൊക്കെയുള്ള നമ്മളെ കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കുറച്ച് വേവിച്ചത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരച്ചിൽ കുറേ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയലാണ് ടാസ്ക്. കരഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ചപ്പും പൊതിനൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മളെ ഇത് റെഡി ആയിട്ടോ. ഇനി നമ്മൾ മാഷ് ചെയ്തിട്ടുള്ള ആ പൊട്ടാറ്റോയും കൊണ്ട് ഇതിലേക്ക് ഇട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2 സ്നാക്സുകൾക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം അതാണ് വലിയ ടാസ്ക്. അപ്പോൾ അത് റെഡിയായി. ഇനി നമ്മളെ ഗ്രേപ്സ് ഒന്ന് ജ്യൂസ് അടിക്കണം. അപ്പോൾ അത് പണിയും കഴിഞ്ഞു. ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിരുന്നു. ആ ഓയിലിൽ തന്നെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ജസ്റ്റ് കുക്കറിൽ 2 വിസിലെടുത്ത് എടുത്താൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ വലിയ ടാസ്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അനിയന്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചൻ്റെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി തുടങ്ങുകയാണ്. ഇത് മിക്സിങ് ഇറാനി പോളേക്കുള്ള മിക്സിങ്ങാണ്. എഗ്ഗ്, മിൽക്ക്, മൈദ, പിന്നെ ഓയിലൊക്കെ ഓരോ കപ്പ് എടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും സോൾട്ടും ഇട്ടിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഗീ പുരട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. നേരത്തെ ഉണ്ടാക്കിയ ആ സോസ്. അപ്പോൾ അത് ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്സ് അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. സ്പ്രെഡായി കണ്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഇത് സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. ഇറാനി പോള നല്ലൊരു ഈവനിങ് സ്നാക്സ് കൂടിയാണ്. ഈവനിങ് അല്ല, നമുക്ക് എപ്പോഴും കഴിക്കാം, അത്രയും ടേസ്റ്റാണ്. വലിയ പണിയിട്ടില്ലേനും. അപ്പോൾ അത് എല്ലായിടത്തേക്കും നല്ലതാണ്, കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ട് ബാക്കിയുള്ള നമ്മളെ ഫില്ലിങ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്നല്ല, ഒരു ചെറിയ പീസുള്ളൂ. വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഇട്ടെടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ പീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുത്തു. പിന്നെ കുറച്ച് ചപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
അങ്ങനെ കുറച്ച് ചപ്പും അതിലേക്ക് ഇട്ടെടുത്ത് അത് ഇങ്ങനെ അവിടെ ഹാഫ് കുക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് അടച്ചു വെച്ചു. ഈ നേരം കൊണ്ട് ബിരിയാണിയിലേക്കുള്ള റൈസ് ഇവിടെ കുക്കറിലിടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണമല്ലോ. അപ്പം ഇത് തിളപ്പിച്ച് ഊറ്റാനൊന്നും നേരമല്ലേനു. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട് ഇറാനി പോള. അപ്പോൾ ഇനി ഇത് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുത്ത് അപ്പോൾ ഒരു സ്നാക്ക് റെഡി ആയി. അപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി ബിരിയാണിയിലേക്കുള്ളത് കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ടേനല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തൈരും ഗരം മസാലയും മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ. ഓവർ പൊടിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടെടുത്ത് അപ്പോൾ അതിൽ തന്നെ പൊടിയും കാര്യങ്ങൾ പൗഡേഴ്സൊക്കെ ഉണ്ടാവും. ഇതൊന്ന് മിക്സ് ആയിട്ട് നമ്മളെന്തായി ബിരിയാണിയിലേക്കുള്ള മസാല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനി നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ പിന്നെ വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല. അവന് അനിയന്മാർ വന്നപ്പോൾ ഓരോ വീഡിയോ എടുത്തിട്ടോ. പിന്നെ കട്ട്ലേറ്റ് ഏകദേശം ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി അനിയൻ തന്നെ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ 2 സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഫുള്ളും കിടന്ന് പോയി സെറ്റാക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ഇറാനി പോള ഇതാ ഓവർ തിക്കാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ കട്ട്ലേറ്റ്, പിന്നെ വാട്ടർ മെലൺ മസ്റ്റാണല്ലോ ഇപ്പോഴത്തെ ചൂടല്ലേ. പിന്നെ നോമ്പറക്കാനുള്ള ഈത്തപ്പഴം, പിന്നെ നമ്മളെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. പിന്നെ വാട്ടർ മെലണിൽ മിൽക്ക് ഇട്ടിട്ട് ജ്യൂസാക്കി വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ നോമ്പത്തോറ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതിയതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ചോറ് കുത്താന്ന് പറഞ്ഞു. അപ്പം ഒക്കെ വന്നവരെന്നെ കേട്ടോ കുത്തണേ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓന് പിന്നെ ഇതിൽ എക്സ്പേർട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഭാഗത്തൊക്കെ നോക്കണ്ട. അപ്പം നമ്മൾ അടിപൊളി ബിരിയാണി ഇതാ മക്കളെ, എങ്ങനെയുണ്ട് കണ്ടിട്ട്. ചിക്കൻ പൊരിച്ചിട്ടാണ് വെച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരാൾക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞ് ഒരിക്കൽ വേണ്ടി ഓരോന്നും ഉണ്ടാക്കി. അപ്പോൾ മറ്റാൾക്ക് മിൻറ്റ് ടീ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിൻറ്റ് ടീ ഒരിക്കൽ വേണ്ടി ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കിയോളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാലഡും കൂട്ടിയിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഏഷ്യാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഫാസ്റ്റ് ആക്കുകയാണ്, കാരണം നിസ്കാരം തറാവിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യോ അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചോളി എന്ന് പറഞ്ഞാൽ തിരക്കുട്ടി എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. സംഗതി റൈസൊന്നും ആർക്കും കഴിക്കാനുള്ള ഗ്യാപ്പില്ല. ഫസ്റ്റ് നോമ്പ് തന്നെ ആയതുകൊണ്ട് ബാക്കിയുള്ള സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കിയതെല്ലാം വിരിച്ച് എങ്ങനെയൊക്കെ തിന്നു. സംഗതി എല്ലാം ടേസ്റ്റ്. പിന്നെ എല്ലാവരെയും കുറച്ച് ചോറ് ഇന്ത്യക്ക് ഇങ്ങനെ തട്ടുന്നുണ്ട്, മതി മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെന്താക്കി തറാവിക്ക് വെള്ളം ഒരുക്കാനാ വേഗം പറത്തിട്ടിട്ട് ഓടി. അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. തറാവി നമ്മളെ പെരുമ്പല അടുത്ത് തന്നെ മക്കളും കുട്ടികളും നമ്മുടെ അടുത്തുള്ള നൈബേഴ്സൊക്കെ ഉണ്ടേനു. അപ്പോൾ നോമ്പായ നല്ല രസം. അപ്പോൾ എല്ലാവരും തറാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. പിന്നെ ബാക്കിയുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ നമുക്ക് വെള്ളം മതി, വേറെ ഒന്നും വേണ്ട. ജ്യൂസും സ്നാക്സും കൂട്ടി നമ്മളെ റമളാൻ ഡേ 1 കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.